വേർതിരിച്ച് സ്വർഗരാജ്യത്തിന്റെ പൗരന്മാരാക്കി തീർക്കേണ്ടതിന് സ്വർഗത്തിൽ തനിക്ക് ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ മഹിമകളെയും സ്ഥാനങ്ങളെയും ഉപേക്ഷിച്ച് താണലോകത്തിലേക്ക് ഇറങ്ങി വരികയും വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം പിതാവായ ദൈവത്തിന്റെ മുൻപാകെ അനുസരണമുള്ളവനായി തീർന്ന് എല്ലാ മനുഷ്യരുടെയും പാപങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെടുകയും 3-ാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ മഹിമയുടെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ഇപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്നവനും കാലതാമസം കൂടാതെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ മടങ്ങി വരുന്നവനുമായി യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നും വ്യക്തിപരമായി നിന്റെ കർത്താവും ദൈവവുമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് അഭിയായമസ് ഏറ്റു പറയുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നത് നമ്മുടെ കർത്താവിന്റെ കൽപ്പനയാകിയാൽ ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇപ്പോൾ സ്നാനം നൽകുന്നു. മരണം വരെയും വിശ്വസ്തയായിരിക്കാം, എന്നാൽ ജീവകിരീടം ലഭിക്കും.